ഹലോ ടീം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് IT കമ്പനീസിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കുറേ IT കമ്പനീൻ്റെ പേരെല്ലാം കേൾക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ ടൈപ്പ് ബിസിനസ് അല്ല ചെയ്യുന്നത്. IT കമ്പനികൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഉണ്ട്, അതേപോലെ സർവീസ് ബേസ്ഡ് കമ്പനീസ് ഉണ്ട്, കൺസൾട്ടിങ് ഫേംസ് ഉണ്ട്, സ്റ്റാർട്ടപ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് IT കമ്പനീസ് ഉണ്ട്. പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനീസ് എന്തെങ്കിലും സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവരത് ഡെവലപ്പ് ചെയ്ത് ഒരു ഡിഫറെൻറ്റ് ക്ലയൻസിന് അവർ സെയിൽ ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനീസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് മൈക്രോസോഫ്റ്റ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അഡോബ് ഉണ്ട്. നമുക്ക് ഒരുപാട് കമ്പനീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതേപോലെ ഇപ്പം പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീൻ്റെ പ്രത്യേകത, ഈ പ്രോഡക്റ്റ് അവർ കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ പ്രോഡക്റ്റ് സോഴ്സ് കോഡ് അവർ കാണിച്ചു കൊടുക്കില്ല. അവരെ ഡെവലപ്പ് ചെയ്യുന്ന സോഴ്സ് കോഡ് ഒരിക്കലും അവരെ ക്ലയൻറ്റിന് അത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അത് സ്റ്റിൽ ആ ഒറിജിനൽ കമ്പനീൻ്റെ ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണോ, പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ഏതാണോ, അവരുടെ കമ്പനി ആ പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിൻഡോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഗൂഗിളിൻ്റെ യൂട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ആ പ്രോഡക്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള സോഴ്സ് കോഡ് അവർ മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻ ആർക്കും കൊടുക്കില്ല. ഓക്കെ, അപ്പം കൂടുതലും അങ്ങനെയാണ്. ഇനി അങ്ങനെ മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് ഈടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഇപ്പം സോഴ്സ് കോഡ് സെയിൽ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അവർ സോഴ്സ് കോഡും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ ട്രെയിനിങ് എല്ലാം കൊടുക്കും. പക്ഷെ അതിന് ഹ്യൂജ് എമൗണ്ട് അവർ ഈടാക്കും. കൂടുതലും നമ്മൾ കാണുന്ന ഇപ്പം മൈക്രോസോഫ്റ്റും ഗൂഗിളും ആപ്പിളും അഡോബി ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം നമ്മൾ കാണുന്നത് അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ഓണർഷിപ്പ് സ്റ്റിൽ അവർക്ക് തന്നെയാണ്. ഇത് യൂസ് ചെയ്യാൻ ഇത്ര വർഷത്തേക്ക് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലത് ലൈഫ് ടൈം യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. അത് ആ വേർഷൻ ലൈഫ് ടൈം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് വിളിക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് കമ്പനീസാണ് സർവീസ് ബേസ്ഡ് കമ്പനീസ്. സർവീസ് ബേസ്ഡ് കമ്പനീസ് എന്നുള്ള പേര് പോലെ തന്നെ ഇവർ മറ്റ് ക്ലയൻസിന് സർവീസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. സർവീസ് എന്ന് പറയുമ്പോൾ IT സർവീസ്. അതിൽ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും. അവരുടെ കസ്റ്റം റിക്വയർമെൻറ്റ് അനുസരിച്ച്. ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ സർവീസ് ബേസ്ഡ് IT കമ്പനീൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് ഇതൊക്കെയാണ് എൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അതിന് എൻ്റെ ഹോസ്പിറ്റലിന് സ്യൂട്ടായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എനിക്ക് വേണ്ടി അവർ ഡെവലപ്പ് ചെയ്ത് തരും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവരെനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് തരുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡിൻ്റെയും ഓണർഷിപ്പ് എനിക്ക് തന്നെയാണ്, അല്ലാതെ ഡെവലപ്പ് ചെയ്ത് തരുന്ന കമ്പനിക്കല്ല. അതിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പും ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്, എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ ഓണർ. സോഴ്സ് കോഡിൻ്റെ അതിൻ്റെ എല്ലാ റൈറ്റ്സും IP റൈറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്കാണ് ഉണ്ടാവുക. അപ്പോൾ എന്നിട്ട് എനിക്ക് തീരുമാനിക്കാം, എനിക്ക് വേറെ ആർക്കെങ്കിലും സെയിൽ ചെയ്യണോ വേണ്ടതെന്നുള്ളതൊക്കെ എനിക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ പ്രോഡക്റ്റ് ബേസ്ഡിൻ്റെ കേസിൽ അതിൻ്റെ റൈറ്റ്സ് ശരിക്കും ആ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിക്കാണ്. സർവീസ് ബേസ്ഡിൻ്റെ കേസിൽ ആർക്ക് വേണ്ടിയാണോ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ ക്ലയൻറ്റിനാണ് ശരിക്കും അതിൻ്റെ റൈറ്റ്സ് നോർമലി വരിക. മിക്കവാറും കേസിൽ അങ്ങനെ വരിക. ചില കേസിൽ എക്സെപ്ഷൻസ് ഉണ്ടാവും. ഇപ്പം റൈറ്റ്സ് ചിലപ്പോൾ രണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടെങ്കിലും ചിലപ്പോൾ ആ 2 കമ്പനി കൂടെ റൈറ്റ്സ് ചിലപ്പോൾ ഷെയർ ചെയ്യും. പക്ഷേ മെജോറിറ്റിയും നമ്മൾ കാണാം ക്ലയൻറ്റിനായിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് റൈറ്റ്സും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതുപോലെ കൺസൾട്ടിങ് കമ്പനീസ് ഉണ്ട്. അതേപോലെ സിസ്റ്റം ഇൻ്റഗ്രേഷനും ഔട്ട്സോഴ്സിങ്ങും സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ജനറലി വിളിക്കുക സർവീസ് ബേസ്ഡ് ആണ്. കാരണം ഇവർ ചെയ്ത് കൊടുക്കുന്ന ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു സർവീസാണ്, അല്ലാതെ ആ പ്രോഡക്റ്റിൻ്റെ ഓണർഷിപ്പ് പിന്നെ അവർക്കല്ല. അത് ആർക്ക് വേണ്ടിയാണ് ചെയ്ത് കൊടുത്താൽ അവർക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർ ശരിക്കും ചെയ്യുന്നത് സർവീസാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, IBM. ഇതെല്ലാം മെജോറിറ്റി അവരെല്ലാം സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇതല്ലാത്ത വേറൊരു ടൈപ്പ് കമ്പനീസ് ഉണ്ട്, കൺസൾട്ടിങ് ഫേംസ്. ചില സർവീസ് ബേസ്ഡ് കമ്പനീസ് കൺസൾട്ടിങ്ങും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ TCS, ഇൻഫോസിസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ അവർ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്, സർവീസ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഈ കൺസൾട്ടിങ് ഫേം എന്ന് പറയുന്നത് കൺസൾട്ടിങ് മാത്രം ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരെ മെയിൻ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഓരോ കമ്പനി. ഇപ്പോൾ എനിക്കൊരു വലിയൊരു മാനുഫാക്ചറിങ് ഡിവിഷൻ ഉണ്ട്. അപ്പം മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. അപ്പോൾ എൻ്റെ കമ്പനിയുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എനിക്ക് സ്യൂട്ടായിട്ടുള്ള അതിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിന് വേണ്ട റെക്കമെൻഡേഷനെല്ലാം തരുന്ന രീതിയിൽ കൺസൾട്ടിങ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് കൺസൾട്ടിങ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ എനിക്കൊരു ബിൽഡിംഗ് എടുക്കണം. ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് എൻ്റെ ബിൽഡിങ്ങിന് എൻ്റെ റിക്വയർമെൻറ്റ് നോക്കി, എൻ്റെ ലാൻഡ് വന്ന് നോക്കി ആ ലാൻഡിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള
അതിൻ്റെ ഒരു പ്ലാൻ വരച്ച് തന്ന് 3D വരച്ച് തന്ന് അതിന് വേണ്ടിയുള്ള എല്ലാ ഡയഗ്രാംസും വരച്ച് തന്ന് അതിൻ്റെ എല്ലാ സൂപ്പർവിഷനും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസൾട്ടിങ് ചെയ്തു തരാൻ പറ്റുന്ന ഒരാളെ വേണമെങ്കിൽ ഒരു എഞ്ചിനീയർ എനിക്ക് ഹയർ ചെയ്യാൻ പറ്റും. അവർ കൺസ്ട്രക്ഷൻ അവർ ചെയ്യില്ല, അവർ ജസ്റ്റ് കൺസൾട്ടിങ് മാത്രം ചെയ്തിരുന്ന പോലെ. അതേപോലെ നമുക്ക് IT ഫീൽഡിലും കൺസൾട്ടിങ് ഫേം ഉണ്ട്. അവർ ഡെവലപ്മെൻ്റ് ഒന്നും അവർ ചെയ്യുന്നില്ല, കൺസൾട്ടിങ് മാത്രം ചെയ്യുന്ന ഫേംസ്. അവർ ഡെവലപ്മെൻ്റ് ഒന്നും അവർ ചെയ്യുന്നില്ല. അവർ ചെയ്യുക ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് ആ ബിസിനസ്സിന് എന്തൊക്കെയാണ് വേണമെന്നുള്ള അവർ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും തരും. ഇനി ചില കമ്പനീസ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അവർ സൂപ്പർവൈസ് ചെയ്യും, അവർ ചെയ്യൂല, അവർ വേറെ ഏതെങ്കിലും ടീമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇവരതിൻ്റെ ക്വാളിറ്റി വല്ലതും മേക്ക് ഷുവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. ഇതിനാണ് നമ്മൾ കൺസൾട്ടിങ് എന്ന് പറയാം. കൺസൾട്ടിങ് ഫേമുകളുണ്ട്. അപ്പം ഡിലോയിറ്റ്, PwC, പിന്നെ EY, ഏണസ്റ്റ് യങ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. അതുപോലെയുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇവരെല്ലാം കൺസൾട്ടിങ് ഫേംസ് ആണ്. അപ്പോൾ ഇവരൊന്നും കൂടുതലും അധികം ഡെവലപ്മെൻറ്റ് ബിസിനസ്സുകൾ അവർ ഇൻവോൾവ് ആവാറില്ല. അവർ കൂടുതലും ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇവർ കൂടുതലും കൺസൾട്ടിങ് സൈഡിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അത് നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ബേസ്ഡ് കമ്പനീസിൽ കൺസൾട്ടിങ്ങും കൂടെ ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അതേപോലെ കൺസൾട്ടിങ്ങിൻ്റെ കൂടെ സർവീസും കൂടെ ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഇതിൽ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സർവീസ് മാത്രം ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, കൺസൾട്ടിങ് മാത്രം ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഓക്കെ. അതേപോലെ ചില കമ്പനികൾക്ക് പ്രോഡക്റ്റും ഉണ്ടാവും, ചില കമ്പനികൾ അവർക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റും അവർ സെയിൽ ചെയ്യുന്നുണ്ടാവും, കൂടാതെ മറ്റ് ക്ലയൻറ്റിന് വേണ്ടി അവർ സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം ഒരു മിക്സും നടക്കുന്നുണ്ടാവും. ഓക്കെ. മെജോറിറ്റി നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി, സർവീസ് ബേസ്ഡ് കമ്പനി, കൺസൾട്ടിങ് കമ്പനി, പിന്നെ മറ്റൊരു കാറ്റഗറി നമുക്ക് വിളിക്കാൻ പറ്റുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ. സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത് ന്യൂലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്പനികൾ ഏതെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജി ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡലോ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ തന്നെ പ്രോഡക്റ്റ് ബേസ്ഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും, സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടാവും. അതേപോലെ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടാവും. അതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷനുമായിട്ടുള്ള കമ്പനികൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ കേസിലുള്ള കീബോർഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഈ കീബോർഡിൽ നമ്മൾ സർവീസ് പ്രോജക്റ്റ് എടുക്കുന്നുണ്ട്, അതേപോലെ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ രണ്ടിനും കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം IT കമ്പനീസിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റും ഗൂഗിളും ഇവരെല്ലാം കൂടുതലും മെജോറിറ്റി അവർ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഒരു കമ്പനീനെ ഇത് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണോ സർവീസ് ബേസ്ഡ് കമ്പനിയാണോ എന്നുള്ളതിനെ നമ്മൾ ലാബിൽ നമ്മൾ മനസ്സിലാക്കൽ അവർ കൂടുതലും ബിസിനസ് ഏതാണെന്നുള്ളത് നോക്കുക. മെജോറിറ്റി ബിസിനസ് ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ലാബിൽ ചെയ്യുക. അപ്പം ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളെല്ലാം നമ്മൾ കൂടുതലും പറയാം അവരും പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. അവരൊരു പക്ഷേ ചെറിയ രീതിയിൽ സർവീസ് ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ TCS, ഇൻഫോസിസ് ഇവരെല്ലാം നമ്മൾ സർവീസ് ബേസ്ഡ് കമ്പനിയിലാണ് ചെയ്യുന്നത്. അവർ മെയിനായിട്ടും അവർ സർവീസ് പ്രോജക്റ്റ് ആയിരിക്കും, ചെറിയ പ്രോഡക്റ്റ് അവർ ഒരുപക്ഷെ ഉണ്ടാവും. അതേപോലെ കുറച്ച് കൺസൾട്ടിങ് അവർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഡിലോയിറ്റ് എല്ലാം നമ്മളെ കൺസൾട്ടിങ് ഫേമിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്, കാരണം അവരുടെ മെജോറിറ്റി ബിസിനസ് അതാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാമാണ് IT കമ്പനി. ഇപ്പോൾ നമ്മളൊരു ഫീൽഡിൽ നമ്മൾ ജോലി അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇൻഡസ്ട്രിനെ കുറിച്ച് അറിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഓട്ടോമൊബൈൽ മെക്കാനിക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയണം അല്ലേ, എന്നാലേ നമുക്ക് ആ ഫീൽഡിൽ പ്രൊഫഷണലായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ ഫീൽഡിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് IT കമ്പനീസ് നിങ്ങൾ ജോലിക്കെല്ലാം നോക്കുന്ന സമയത്ത് ഓരോ കമ്പനിയും എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുക ഒരുപാട് ക്ലയൻസിന് കൊടുക്കാനുള്ള പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ നല്ല സ്കെയിലബിൾ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ളതാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുക. സർവീസ് ബേസ്ഡ് കമ്പനി എന്ന് പറയുന്നത് ഓരോ പ്രോജക്റ്റിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില പ്രോജക്റ്റ് ചിലപ്പോൾ ഒരു കമ്പനീൻ്റെ ഇൻറ്റേർണൽ എംപ്ലോയീസ് മാത്രം ഉപയോഗിക്കേണ്ട പ്രോജക്റ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ അതിനനുസരിച്ചുള്ള സ്കെയിലബിലിറ്റിയാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക. പബ്ലിക്കായിട്ട് ആളുകൾ ഉപയോഗിക്കേണ്ട ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കെയിലാണ്. അപ്പം പ്രോഡക്റ്റിൻ്റെ കേസിൽ കൂടുതലും ഹൈ സ്കെയിലബിലിറ്റിയാണ് കൺസിഡർ ചെയ്യുക. സർവീസ് ബേസിൻ്റെ ഓരോ കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജോലി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കമ്പനിക്കാണ് നിങ്ങൾക്ക് കയറേണ്ടത് എന്നുള്ളത്. പ്രോഡക്റ്റിൻ്റെ കേസിൽ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ നമ്മൾ ഒരു പ്രോജക്റ്റിൽ കയറി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൽ തന്നെ ആയിരിക്കും ഒരുപാട് വർഷങ്ങൾ നമ്മൾ അതിൽ വർക്ക് ചെയ്യാം. സർവീസ് ബേസ്ഡ് കമ്പനിയിലാകുമ്പോൾ ഓരോ പ്രോജക്റ്റ് വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റ് ഒരു പക്ഷേ e-commerce ആയിരിക്കും, രണ്ടാമത്തെ പ്രോജക്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ആയിരിക്കും, മൂന്നാമത്തെ ചിലപ്പോൾ ഒരു പക്ഷേ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയോ ഏതെങ്കിലും ഡൊമൈൻ ആയിരിക്കും. അപ്പോൾ ഓരോ പ്രോജക്റ്റിനനുസരിച്ച് നമ്മൾ ആ ഡൊമൈൻ പഠിച്ച് ആ ബിസിനസ് പഠിച്ച് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ ലേണിങ്ങും ഗ്രോത്തും കാര്യങ്ങളും കൂടുതലും ഉണ്ടാവുക. ഇൻ ടേംസ് ഓഫ് ലേണിംഗ് കുറച്ചും കൂടെ നമുക്ക് കിട്ടുക സർവീസ് ബേസ്ഡ് കമ്പനീസിലാണ്. പക്ഷേ ഡെവലപ്പ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് കൂടുതലും പഠിക്കാൻ പറ്റുക പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലാണ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജോബിൽ തന്നെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് ഉണ്ട്. ഓക്കെ.
ഈ ഫീൽഡ് ഇപ്പോൾ നമ്മൾ IT ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു, അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബിനെ കുറിച്ചും ഫ്രീലാൻസിങ്ങിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കും കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ മൈൻഡിൽ അതുപോലെ അതിന് വേണ്ടിയുള്ള ഒരു വിത്ത് അതിന് വേണ്ടി നിങ്ങൾ ഇടുക. ഞാനും ഇതുപോലെ ഫ്യൂച്ചറിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയുള്ള ലേണിങ്ങും സ്കില്ലും പ്രാക്ടീസും കാര്യങ്ങളും ഡൊമൈൻ പഠിക്കലും ബിസിനസ് പഠിക്കലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ IT ഫീൽഡിൽ നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു സർവീസ് ബേസ്ഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരുപാട് നമുക്ക് സാധാരണ മറ്റു ബിസിനസ് പലതും ചെയ്യുന്ന പോലെ ഒരുപാട് സ്പേസും ഒരുപാട് ഫാക്ടറിയും അല്ലെങ്കിൽ മെഷീനറിയും കാര്യങ്ങളെല്ലാം വേണോ? വേണ്ട. നമുക്ക് IT ഫീൽഡ്, ഇപ്പോൾ നമുക്ക് കീബോർഡ് എന്ന് പറയുന്ന നമ്മുടെ ഡെവലപ്മെന്റ് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 3 എംപ്ലോയീസിനെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവർ 3 ആൾക്കാർ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് നമ്മൾ പിന്നെ ഓഫീസും അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈവൻ നിങ്ങൾക്കറിയാം, IT കമ്പനികൾക്ക് സൈബർ പാർക്കിലും മറ്റുള്ള ടെക് പാർക്കുകളുണ്ട്. അവിടെ നമുക്ക് ഈവൻ ഒരു കോവർക്കിംഗ് സ്പേസിൽ ഒരു സിംഗിൾ സീറ്റ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അത്ര ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആയിട്ട് കൂടുതലുള്ള പാർട്ടല്ല. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. ആ എംപ്ലോയിക്ക് കൊടുക്കേണ്ട സാലറിയും അവർക്ക് വേണ്ട ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഇൻഡസ്ട്രി നോക്കിയിട്ട് നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവീസ് ബേസ്ഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം, സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പം നിങ്ങളും ഡ്രീം ബിഗ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ബിഗ് പിക്ചർ മനസ്സിലാക്കിയിട്ട് തന്നെ, ചെയ്യാൻ പറയുന്ന ടാസ്ക് മാത്രം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന രീതിയിലല്ല, അതിൻ്റെ കംപ്ലീറ്റ് ബിഗ് പിക്ചർ മനസ്സിലാക്കിയിട്ട് തന്നെ എപ്പോഴും ചെയ്യാൻ നോക്കുക. അതേപോലെ കരിയറിൽ പലപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ചാലഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ സാലറി കുറവായിരിക്കും, നിങ്ങൾ വിചാരിച്ച സാലറി കിട്ടിയിട്ടുണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ തിങ്ക് ബിയോണ്ട് ദാറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉള്ള ചെറിയ പ്രോബ്ലംസും കണ്ട് അതിൽ തട്ടിമുട്ടി സ്റ്റക്കായി നിൽക്കുകയല്ല വേണ്ടത്. തിങ്ക് ബിയോണ്ട് ദാറ്റ്. ഓക്കെ, അതേപോലെ എപ്പോഴും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും. നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ ഗ്രാബ് ചെയ്യാം. അത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഉണ്ടാവാം. ഓക്കെ, അതാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.